കേരളത്തിന് അങ്ങനെ പുതിയൊരു ട്രെയിൻ ലഭിച്ചിരിക്കുകയാണ്. കൊല്ലം വിശാഖപട്ടണം വീക്ക്ലി എക്സ്പ്രസ്. നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയല്ല, ഇത് കൂടാതെ വേറൊരു വണ്ടിയും കൂടെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, കൊല്ലം വിശാഖപട്ടണം വീക്ക്ലി. അപ്പോൾ അതിനാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ആദ്യം കൊല്ലം പോകാൻ പോവാണേ. കൊല്ലം പോകുന്നതും ഈ സെയിം വണ്ടിയിലാണ്, വിശാഖപട്ടണം കൊല്ലം വീക്കിലേക്ക്. അപ്പോൾ ഈ വണ്ടിക്ക് കൊല്ലം പോയിട്ട് അവിടെ നേരെ തിരിച്ച് ഈ സെയിം വണ്ടിക്ക് തന്നെ റിട്ടേൺ വിശാഖപട്ടണം പോവാണ്. എന്ത് വട്ടമല്ലേ. അപ്പോൾ പുതിയ വീട്ടിലേക്കെല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് പോയിട്ട് വിശാഖപട്ടണം കൊല്ലത്തിന് കയറി കൊല്ലം പോവാം. അങ്ങനെ നമ്മുടെ പുതിയ വണ്ടി വിശാഖപട്ടണം കൊല്ലം താണ്ട് വരാറായിട്ടുണ്ട്. നമ്മൾ സ്ലീപ്പറിനാണ് ഇതിൻ്റെ കൊല്ലം വരെ പോകുന്നത്. കുറച്ചേ എടുക്കുന്നുള്ളൂ. നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് കൊല്ലം ടു വിശാഖപട്ടണം. ഇതിൻ്റെ സെക്കൻഡ് AC ആണ്, സെക്കൻഡ് ACക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ വണ്ടി ഇപ്പോൾ വരുവേ. അങ്ങനെ നമ്മുടെ വണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ജനറൽ കോച്ച് നിങ്ങൾ കണ്ടോ, മറ്റേ ചെയർക്കാരൊക്കെയാണ് ജനറലായിട്ട് എടുത്ത് കൊടുത്തേക്കുന്നത്. നോക്കി, അതെന്തായാലും പൊളിച്ച് കേട്ടോ. റിസർവേഷൻ അല്ല, അത് ജനറൽ കോച്ചാണ് ചെയർക്കാരായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്തുവാടേ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി, കേരളത്തിൻ്റെ വിശാഖപട്ടണം കൊല്ലം. ഈ റോഡിൻ്റെ ഒരു P7 ആണ് ലോക്കോ 37315. ജനറൽ കോച്ചായിട്ട് കൊടുത്തേക്കുന്ന ചെയർക്കാർ. എന്തുവാണ് ഇത് പുതിയ വണ്ടിയാണെങ്കിലും കോച്ചൊക്കെ പഴയതാ കേട്ടോ. എല്ലാ കോച്ചും പഴയതാ, വണ്ടി പുതിയതാ, പക്ഷെ കോച്ചെല്ലാം പഴയതാ. ഇതെന്തോ കോച്ചാണ് ഇതെന്തുവാണ് അയ്യേ, വൃത്തികെട്ട കോച്ച് കേട്ടോ. പുതിയ വണ്ടിയാന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്ന കോച്ചൊക്കെ കണ്ടോ. ഇവിടെയാണ് നമ്മുടെ സീറ്റ് S2-ൽ. വൃത്തികെട്ട കോച്ച, എല്ലാം പഴഞ്ച വൃത്തികെട്ട കോച്ച്. അയ്യേ, ഇതെന്തൊരു വണ്ടി ഒരു വൃത്തിയിൽ ഒന്നുമില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്, ഈ വിശാഖപട്ടണത്തിൽ വരുന്ന വണ്ടിയില്ല. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പെക്റ്റേഷനൊന്നും വെച്ചൊന്നുമില്ല. വൃത്തികെട്ട വണ്ടി എന്ന് വെച്ചാൽ വൃത്തികെട്ട വണ്ടി. പുതിയ വണ്ടിയാണെന്ന് തുടങ്ങിയേക്കുക. നല്ല മൂഞ്ചിയ വണ്ടിയാട്ടോ, ഒരു വൃത്തിയില്ല. കോച്ചെല്ലാം വൻ ശോകം, പഴയ കോച്ച്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ വണ്ടിയായതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു ഇത് മോശം കോച്ചായിരിക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. വൃത്തികെട്ട വണ്ടി എന്ന് വെച്ചാൽ വൃത്തികെട്ട വണ്ടി. ഒരു പുതിയ കോച്ചും ഇല്ല, ഒരു വൃത്തിയില്ല. എല്ലാം പഴഞ്ചൻ, എവിടെയോ കാട്ടിക്കിടന്ന കോച്ചൊക്കെ എടുത്ത് കൊടുത്തേക്കുന്നത്. ഇതുപോലെ വൃത്തികെട്ട ഒരു സോണും ഒരു വണ്ടി. ഭാഗ്യം കേട്ടോ, ഞാനിവിടെ നിന്ന് കൊല്ലത്തുനിന്ന് വിശാഖപട്ടണം വരെ ഇതിൻ്റെ സ്ലീപ്പർ എടുക്കാനുള്ളത്. ഞാൻ സെക്കൻഡ് AC എടുത്തത്. ചാർട്ട് വന്നപ്പോഴേക്കും വണ്ടി ഫുള്ള് വേക്കൻറ്റ്. സ്ലീപ്പറും AC എല്ലാം വേക്കൻറ്റ്. സ്ലീപ്പറൊക്കെ ഫുൾ കാര്യമാണ്. ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. കൊല്ലം ടു വിശാഖപട്ടണം പോകുന്നതിൻ്റെ ഈ വണ്ടിയുടെ ചാർട്ട് വന്നപ്പോൾ 306 ബർത്താണ് സ്ലീപ്പറിൽ വേക്കൻറ്റ്. പോരെ, ഞാൻ എടുക്കത്തില്ല സ്ലീപ്പർ. വൻ മോശം കോച്ചാണെല്ലാം. AC എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, ഇനി കൊല്ലം പോകുമ്പോൾ നോക്കണം AC എങ്ങനെ ഉണ്ടെന്ന്. വൃത്തികെട്ട കോച്ച, ഒരു വൃത്തിയില്ല, മെയിൻറ്റെയിൻഡും അല്ല, ഒന്നുമല്ല. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ വണ്ടിയാണെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കുറച്ച് വൃത്തിയൊക്കെ കുറവായിരിക്കുന്നു. പക്ഷേ ഇത് ഒട്ടും വൃത്തിയില്ല, വൃത്തിയും ഇല്ല, മെയിൻറ്റെയിൻഡും അല്ല. ഒരുമാതിരി എന്തോ ആക്രിക്കട കിടന്ന ഏതാണ്ട് കോച്ചൊക്കെ എടുത്ത് കൊടുത്ത പോലത്തെ ഒരു ഇതാണ്. നിങ്ങൾ ഈ കോച്ചിൻ്റെ പടുതി കേട്ടോ, നോക്ക്, എന്തെങ്കിലും വൃത്തി കേട്ടോ. നേരത്തെ നമ്മൾ ട്രെയിൻ വരാൻ നേരത്തെ ആ 2012 മീറ്റർ സ്ലീപ്പർ ഞാൻ കാണിച്ചില്ല, അതെന്താ വരുന്നത്? അയ്യോ, ഇത് എന്തുവാ എനിക്കറിയത്തില്ല. ഏത് ആക്രിക്കട കിടന്ന് അല്ലെങ്കിൽ കാട്ടി കിടന്ന് കോച്ചൊക്കെ ആയിരിക്കും എടുത്ത് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഒരു പുതിയൊരു സർവീസ് തുടങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും വൃത്തിയുള്ളൊരു കോച്ച് കൊടുക്കരുത് ഇവർക്ക്. ഇല്ലാഞ്ഞിട്ടാണോ എനിക്കറിയില്ല എന്തുവാന്ന്. അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ എന്ന് പറയുന്നത് ഭയങ്കര വൃത്തിയുടെ സോണാണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ കൺട്രോളിംഗ് ആണ് ഭയങ്കര മോശം. നമുക്കറിയാമല്ലേ, ഈ കൊൽക്കട്ടയിൽ നിന്ന് വരുന്ന വണ്ടികളല്ല ഇവന്മാരാണ് ഈ തേച്ച് വിടുന്നത്. ഒരുമാതിരി എന്തോ എനിക്കറിയില്ല എന്തുവാന്ന്. ആ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ മാറ്റി അവിടെ സൗത്ത് കോസ്റ്റ് റെയിൽവേ പുതിയ സോൺ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് വന്നാൽ കുറച്ചെങ്കിലും ഭേദം ഉണ്ടായിരിക്കും. എന്നാലും വണ്ടി മോശം കേട്ടോ. കേരളത്തിന് കിട്ടിയ പുതിയ വണ്ടി വൻ മോശം ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഈ പുതിയ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാവേ. അതായത് ഈ വണ്ടിയുടെ നമ്പർ 18501 എന്നാണ്. അപ്പോൾ ഈ 18501 വിശാഖപട്ടണം കൊല്ലം വീക്കിലി എക്സ്പ്രസ് വിശാഖപട്ടണത്തിൽ നിന്ന് എടുക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ 8:20 അത് കൊല്ലത്തെത്തുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:50 ഇത് വരുന്ന വഴി നോർമൽ റൂട്ട് തന്നെയാണ്, വിജയവാഡ വഴിയാണ് വരുന്നത്. വിജയവാഡ, പിന്നെ ഗുഡൂർന്ന് റണികുന്ത, തിരുപ്പതി പോകാതെ കാട്ട്പാടി വരും. കാട്ട്പാടിയിൽ നിന്ന് ജോളാർപേട്ട, സേലം, അങ്ങനെയാണ് പിന്നെ വരുന്നത്. തിരിച്ചു പോകുന്നത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച വൈകിട്ട് 5:20 പുറപ്പെടുന്നത്. ട്രെയിൻ നമ്പർ 18502. നമ്മളതിനാണ് പോകുന്നത്. കൊല്ലം ടു വിശാഖപട്ടണം നമ്മൾ N2 പോകുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ നമ്പർ 18502 കൊല്ലം വിശാഖപട്ടണം വീക്കിലി വൈകിട്ട് 5:20 കൊല്ലത്ത് നിന്ന് എടുക്കുന്നത്. എന്നിട്ട് അത് വ്യാഴാഴ്ച രാത്രി 11 മണിക്ക് അത് വിശാഖപട്ടണത്തെത്തും. ഈ വണ്ടിക്ക് എന്തോ ഭാഗ്യത്തിന് ചങ്ങനാശ്ശേരി മാവേലിക്കര സ്റ്റേഷനിലൊന്നും സ്റ്റോപ്പ് കൊടുത്തിട്ടില്ല. അതെന്തായാലും വലിയ കാര്യമായി. പറയുന്നൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല.
അതെന്തായാലും കൊടുത്തിട്ടില്ല, മിക്കവാറും വരും ഉടനെ. മാവേലിക്കര എന്തായാലും സ്റ്റോപ്പ് കൊടുക്കും. നമ്മുടെ അറിയാമല്ലോ ആരാ സ്റ്റോപ്പ് കൊടുക്കുന്ന പുള്ളി എന്തായാലും ഇതിന് സ്റ്റോപ്പ് വാങ്ങിച്ചു കൊടുക്കും, അതെന്തായാലും ഉറപ്പാണ്. ഇപ്പോൾ തുടങ്ങിയതുകൊണ്ട് സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ സ്റ്റോപ്പ് വാങ്ങിച്ച് കൊടുക്കും. ഈ വണ്ടി വിശാഖപട്ടണത്തു നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഇവിടെ വെച്ച് കേരളത്തിൽ വെച്ചിട്ട് ഇത് നമ്മുടെ ചർലപ്പള്ളി തിരുവനന്തപുരം നോർത്ത് അമൃതഭാരതില്ല, അതിൻ്റെ തൊട്ട് പുറകിലാണ് പോകുന്നത്. അതിൻ്റെ പുറകിലിങ്ങനെ എഴുന്നേഴ് പയ്യെ പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊല്ലം വരെയുള്ള നിങ്ങളെ അധികം കാണിക്കുന്നൊന്നുമില്ല, തിരിച്ച് കൊല്ലത്ത് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം മെയിനായിട്ട്. അപ്പോൾ വീഡിയോ ശരിക്കും അവിടെ നിന്ന് തുടങ്ങിയതേ ഉള്ളൂ. സ്ലീപ്പറിൻ്റെ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ അവിടെ നിന്ന് തുടങ്ങിയത്. എനിക്കറിയായിരുന്നു ഇത് സ്ലീപ്പറൊക്കെ ശോകമായിരിക്കുന്നത്, അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ളത്. കാരണം ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ വണ്ടികളൊക്കെ വൻ ശോകമാണ്. നമ്മളിപ്പോൾ കായംകുളം ജംഗ്ഷനിലേക്ക് കണ്ട് കയറുവാണ്. ഈ വണ്ടിക്ക് കായംകുളം കൊല്ലം സെക്ടറിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ് പോലും ഇല്ല. പിന്നെ മാവേലിക്കര സ്റ്റോപ്പില്ല, ചങ്ങനാശ്ശേരി സ്റ്റോപ്പില്ല. ആകെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കായംകുളം, ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം, പിന്നെ എറണാകുളം, ഈ ഒരു സെക്ഷനിൽ അത്രയാണ് സ്റ്റോപ്പുള്ളത്. ഇത് 18 കോച്ച് മാത്രമുള്ളൊരു ചെറിയൊരു റേക്കാണ്. അപ്പോൾ ഇതിൽ ഈ വണ്ടിയിൽ 4 ജനറൽ കോച്ച് ഉണ്ട്, മുന്നിലും ബാക്കിലും 2 വീതം. പിന്നെ 6 സ്ലീപ്പർ, 4 3 ടയർ എക്കണമി, ഒരു 3 ടയറേ ഉള്ളൂ, ഒരു 3 ടയറും പിന്നെ 4 3 ടയർ എക്കണമി, ഒരു 2 ടയർ, പിന്നെ ഒരു ജനറേറ്റർ കാറ്, പിന്നെ ഒരു SLR. അപ്പോൾ മൊത്തം 18 എണ്ണം. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ പുതിയ വണ്ടിയായ വിശാഖപട്ടണം കൊല്ലം എക്സ്പ്രസ് കണ്ട് കൊല്ലം ജംഗ്ഷനിലേക്ക് കയറുവാണ്. കറക്റ്റ് ടൈമാണ്, 2:30 ഇപ്പോൾ സമയം. നമ്മളിനി കൊല്ലത്തെത്തിയിട്ട് വീണ്ടും നമ്മൾ വിശാഖപട്ടണം പോകും കേട്ടോ. ഇതിൽ ജനറൽ കോച്ചിന് പകരം ഇവർ കൊടുത്തേക്കുന്നത് ചെയർക്കാറാണ്. കണ്ടോ പുറകിൽ കണ്ടോ, ആ വശം മുന്നിലായിട്ട് വരും. അതിൽ 2 ജനറൽ കോച്ചിൽ 1 ചെയർക്കാർ, 1 ജനറലുമാണ്. അങ്ങനെ നമ്മുടെ വിശാഖപട്ടണം കൊല്ലം എക്സ്പ്രസ് കണ്ട് കൊല്ലം ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 4 കയറുന്നത്. 3 അനന്തപുരി കിടപ്പുള്ളതുകൊണ്ട് 4 നമ്മൾ കയറുന്നത്. അങ്ങനെ നമ്മൾ കൊല്ലം ജംഗ്ഷനിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് 5:20 ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ അയ്യപ്പന്മാർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈ വിശാഖപട്ടണം ഭാഗത്ത് നിന്ന്, ആന്ധ്ര ഭാഗത്തു നിന്നൊക്കെ വരുന്ന അയ്യപ്പന്മാർക്ക് അവർക്കൊരു പുതിയതായിട്ടൊരു വണ്ടിയും കൂടെ കിട്ടിയല്ലോ. സ്ലീപ്പർ എല്ലാം ശോകം കോച്ചുകളാണ്. നമ്മൾ നേരത്തെ കണ്ട വിവേക് എക്സ്പ്രസിന് പോലത്തെ സ്ലീപ്പർ കോച്ച് നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ അവസ്ഥ നോക്കി, എന്തുപാടി ഇത്, എൻ്റെ ദൈവമേ, ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് തുരുമ്പിച്ചൊരു പരുവായിട്ടിരിക്കുന്ന കോച്ച് 2012 ഉണ്ടാക്കിയത്. നോക്ക് എന്തുവാ ഇതിൻ്റെ അകത്തിനി അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അകത്ത് ശോകമായിരിക്കും. എന്തുപാടി ഇത്, അകത്തതിനും ശോകം. എൻ്റെ ദൈവം, ഇതെന്തുവാടാ, അയ്യോ, പഴയ ഏതോ പണ്ടപ്പരിപ്പം കോച്ചി കയറുന്നവരുണ്ട്. നോക്ക്, അയ്യേ എന്ത് വൃത്തിയായിട്ട കോച്ച ഇത്. ഒട്ടും മെയിൻറ്റൈൻ അല്ല. നോക്ക്, ഈ ബർത്തൊക്കെ കണ്ടോ നിങ്ങൾ, ഇത് കണ്ടോ, കീറി പറഞ്ഞ്. എൻ്റെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ കുറച്ചെങ്കിലും നല്ല കോച്ച് കൊടുക്കരുതായിരുന്നു ഒരു പുതിയ വണ്ടി തുടങ്ങുമ്പോൾ. നാണക്കേടാ കേട്ടോ. ഈ 6 സ്ലീപ്പർ കോച്ചുകളിൽ കുറച്ചെങ്കിലും ഭേദമുള്ളൊരു കോച്ചാണ് ഈ കാണുന്നത്, S5. നോക്ക്, ഇതാണ് കുറച്ചെങ്കിലും മെനയുള്ളത്, അകത്തും പുറത്തും. അകത്തും കൊള്ളാം കേട്ടോ, അകത്തും നൈസാണ്, പുറത്തും നൈസാണ്. പക്ഷേ S4 കോച്ചിൻ്റെ ദൈവമേ ദാരിദ്ര്യം. എന്തായാലും ഈ ജനറലിന് പകരം ഇവർ ഈ ചെയർക്കാർ കൊടുത്തത് കൊള്ളാം കേട്ടോ. 2025 മേടി ചെയർക്കാറാണ്, പക്ഷെ കണ്ടാൽ പറയത്തില്ല 2025 ജനറലാണ്. ജനറൽ നോക്ക്, ഏതോ കിടില കോച്ച്. എൻ്റെ ദൈവമേ, ഇത് കൊള്ളാം കേട്ടോ. പുഷ് ബാക്കൊക്കെ ഉള്ള ട്രേ ടേബിളൊക്കെ ഉള്ള കോച്ച്, ജനറൽ കോച്ചായിട്ട്. എൻ്റെ ദൈവമേ, ഇത് പൊളിച്ച്. ഇതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. നമ്മളിപ്പോൾ ഉള്ള ഒരു ജനറൽ കോച്ചില്ല പോരെ. ഇത് എനിക്ക് തോന്നുന്നു ജനറൽ കോച്ച് ഇല്ലാഞ്ഞിട്ട് അവിടെ വല്ലതും കിടന്ന സ്പെയർ കോച്ച് എല്ലാം എടുത്ത് കൊടുത്തതായിരിക്കും ഈ വണ്ടിക്ക്. സീറ്റൊക്കെ ഉള്ള കിടിലൻ സീറ്റ്, ടേബിള് പൊളി, ബോട്ടിൽ ഹോൾഡർ. ജനറൽ കോച്ചാണ് അത്ര, ജനറൽ കോച്ച്. ചാർജിങ് പോയിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഈ സെയിം ലോക്കോ തന്നെയാണ് കൊല്ലം ടു വിശാഖപട്ടണം ഈ വണ്ടിയെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഈ റോഡിൻ്റെ ഒരു ലോക്കോ ആണ്, ഈ റോഡിൻ്റെ WP7 37315. അപ്പോൾ ഇതാണ് തിരിച്ചും പോകുന്നത്, സെയിം ലോക്കോ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ടിക്ക് റേറ്റ് ഷെയറിംഗ് ഉണ്ടെന്ന്. ഇതിന് ട്രെയിൻ ബോർഡ് നിങ്ങൾ കണ്ടോ? ഇത് എന്തെങ്കിലും മനസ്സിലാവും. ഇത് കണ്ടോ, ഇതിൽ 3ാമത്തെയാണ് നമ്മുടെ വണ്ടി. ഈ മുകളിൽ കണ്ടോ, വിശാഖപട്ടണം SMVT ബാംഗ്ലൂർ, വിശാഖപട്ടണം തിരുപ്പതി, വിശാഖപട്ടണം കൊല്ലം, വിശാഖപട്ടണം ചർലപ്പള്ളി. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ നോക്കി കണ്ടുപിടിച്ചപ്പോൾ വിശാഖപട്ടണം ചർലപ്പള്ളി, വിശാഖപട്ടണം തിരുപ്പതിയും ഏപ്രിൽ തുടങ്ങിയ വണ്ടിയാണ്, കഴിഞ്ഞ മാസം. എന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ച മുമ്പാണ് ഈ വിശാഖപട്ടണം SMVT ബാംഗ്ലൂർ തുടങ്ങിയത്. അപ്പോൾ SMVT ബാംഗ്ലൂരിൽ നിന്ന് വിശാഖപട്ടണം വന്നിട്ടാണ് വിശാഖപട്ടണം കൊല്ലമായിട്ട് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഈ 4 വണ്ടിയും പരസ്പരം റേറ്റ് ഷെയറിംഗ് ഉണ്ട്, അതാണ് ഈ കാണുന്നത്. എല്ലാം ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ വണ്ടിയാണ്, വിശാഖപട്ടണം മെയിൻ്റനൻസ് ചെയ്യുന്ന വണ്ടിയാണ്. എല്ലാം സൗത്തിലൂടെ പോകുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവരൊട്ടും പാസഞ്ചർ ഫ്രണ്ട്ലി അല്ലേ ഈ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ.
ഈ ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഇവർ ട്രെയിൻ ബോർഡൊക്കെ ഡിസൈൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ കൊല്ലം ടു വിശാഖപട്ടണം പോകുന്ന നമ്മുടെ കോച്ചാണ് കാണുന്നത്, AC2 ടയർ A1. കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പുറത്തൂടെ 2021 മെയ്ഡൊരു കോച്ചാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. ഫുൾ തെലുങ്കിലാണ് എഴുതിയിരിക്കുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച്. ഇതിന് 3 ടയർ ഒരെണ്ണേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലാണ്. 3 ടയർ ഒരെണ്ണേ ഉള്ളൂ, 4 എക്കണമി ഉണ്ട്, പിന്നെ ഒരു 2 ടയർ, അത്രയാണ് വരുന്നത്. ഇതിൻ്റെ കോമ്പസിഷൻ കണ്ടാൽ അവിടെ എങ്ങാണ്ട് ഉപയോഗിക്കാതെ കിടന്ന കുറേ കോച്ചുകളൊക്കെ എടുത്ത് തട്ടിക്കൂട്ടിയെടുത്ത് വിട്ട പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ തിരിച്ചു പോകാനുള്ള നമ്മുടെ ലോക്കോ നേരത്തെ കണ്ട സെയിം ലോക്കോ കണ്ട് പിടിപ്പിച്ചിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ 37315 കേട്ടോ, ഇതാണ് നമ്മുടെ ലോക്കോ ലീഡിങ് അപ് ടു വിശാഖപട്ടണം. അപ്പോൾ 5:20 നമ്മുടെ കൊല്ലം വിശാഖപട്ടണം വീക്ക്ലി എക്സ്പ്രസിൻ്റെ ഡിപ്പാർച്ചർ. നമ്മുടെ ഗുരുദേവ് എക്സ്പ്രസിൻ്റെയും ഹിമസാഗർ എക്സ്പ്രസിൻ്റെയും ഒക്കെ സെയിം ടൈം സ്ലോട്ടാണ്. അപ്പോൾ ഇത് എറണാകുളത്ത് 8:40 എത്തുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സെയിം ടൈം സ്ലോട്ടിലാണ് ഈ വണ്ടിയും പോകുന്നത് ബുധനാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ നമ്മുടെ AC2 ടയർ A1 നമ്മൾ കണ്ട് കയറുവാണ്. എൻ്റെ ബർത്ത് സൈഡ് ലോവറാണ്. ഞാൻ ബുക്കിംഗ് തുടങ്ങി അന്ന് തന്നെ അടുത്താണ്. നല്ല മൂഞ്ച് കോച്ച്, ഇതാ പടുതി നോക്കി. ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു AC മൂഞ്ചിലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. ചേച്ചിമാരൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചിട്ടേക്കോ കേട്ടോ. എൻ്റെ ബർത്ത് 23 സൈഡ് ലോവറാണ്. ഞാൻ ഇവിടെ കേട്ടോ സൈഡ് ലോവർ. ബുക്കിംഗ് തുടങ്ങി അന്ന് ഞാൻ അടുത്താണ്. ഇതാണ് നമ്മുടെ ബർത്ത്. ഇതിൻ്റെ പില്ലോ ഉണ്ടോ, നല്ല വലിയ പില്ലോ ഉണ്ടോ, ആന പില്ലോ. പിന്നെ ഇതാണ് നമ്മുടെ ഷീറ്റ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ വോൾട്ടെയർ ഡിവിഷൻ വിശാഖപട്ടണം. ഈ വിശാഖപട്ടണത്തിൻ്റെ പഴയ പേരാണ് വോൾട്ടെയർ കേട്ടോ. സെക്കൻഡ് AC ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയുണ്ട്, പക്ഷെ പുറത്തൊക്കെ ശോഭമുണ്ട്. ഈ കോച്ചിൻ്റെയൊക്കെ പടുതി ഉണ്ടെങ്കിൽ അകത്ത് പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ വാഷ്റൂം നിങ്ങളെ കാണിക്കാൻ പോവാണ്. വാഷ്റൂം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു 10-20 സെക്കൻഡ് സ്കിപ്പ് ചെയ്യാം. ഇതാണ് വാഷ്റൂം. കുഴപ്പമില്ല, ഇവിടുത്തെ ചേച്ചിമാർ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ എന്ന് പറയാം. വലിയ വൃത്തി മീൻസ് അത്ര മെയിൻറ്റെയിൻഡ് അല്ല, അറിയാമല്ലോ, നമ്മൾ നേരത്തെ സ്ലീപ്പർ കണ്ടാണല്ലോ. അങ്ങനെ ഷാർപ്പ് ഓൺ ടൈം നമ്മുടെ കേരളത്തിന് കിട്ടിയ പുതിയ വണ്ടി കൊല്ലം വിശാഖപട്ടണം എക്സ്പ്രസ് അങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്നും. നമ്മുടെ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. അപ്പോൾ അതവിടെ കിടന്ന് നമ്മൾ അതിനെ കയറി പോവാണ് കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ ബാക്കിലായിരിക്കും ആ വണ്ടി വരുന്നത്. നാഗർകോവിൽ കോട്ടയം പ്ലാറ്റ്ഫോം 2 കിടക്കുന്നു. അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രം പോകുന്ന നേത്രാവതിയാണ്. കൊല്ലം വിശാഖപട്ടണത്തിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കായംകുളത്താണ്. എൻ്റെ സൈഡ് അപ്പറിലുള്ള പുള്ളി കായംകുളത്തു നിന്നാണ് കയറുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ചാട്ട് നോക്കിയ വണ്ടി കാലിയായിരുന്നു ഫുള്ള്. ഇതിൽ തന്നെ എങ്ങാണ്ട് 17 സീറ്റ് എന്തോ വേക്കൻ്റ് ഉണ്ടായിരുന്നു, സെക്കൻഡ് AC മാത്രം. ഇതിന് ഒരു സെക്കൻഡ് AC ഉള്ളൂ. നമ്മുടെ കൊല്ലം വിശാഖപട്ടണം വീക്ക്ലി എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് തന്നെ എടുത്തുകൊണ്ട് കായംകുളം ജംഗ്ഷൻ. ഒരു 5 മിനിറ്റ് ലേറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമയം 5:55 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ മാവേലിക്കര ചങ്ങനാശ്ശേരി എന്ന സ്റ്റോപ്പില്ല കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇട്ടപ്പോൾ ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം, എറണാകുളം അങ്ങനെയാണ് സ്റ്റോപ്പ് വരുന്നത്. നമ്മുടെ വണ്ടി മാവേലിക്കര സ്കിപ്പ് അടിക്കാൻ പോവാണ്, കാണിച്ചു തരാവേ.
കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട് ചെങ്ങന്നൂർ കയറുകയാണ്. വലിയ ഡിലേ ഒന്നുമില്ല കേട്ടോ. ചെങ്ങന്നൂർ ഇനി തിരുവല്ല, കോട്ടയം ഇത്ര ഉള്ള ഈ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ്. ബുധനാഴ്ച ദിവസം വൈകിട്ട് ഇവിടെ നിന്ന് എറണാകുളമൊക്കെ പോകണമെങ്കിൽ ഈ വണ്ടി ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി സ്റ്റേഷൻ സ്കിപ്പ് അടിച്ചതാണ് കണ്ടത് കേട്ടോ. നമ്മളിനി അടുത്തത് കോട്ടയാണ് എത്തുന്നത്. നമ്മൾ കോട്ടയത്തെത്തി 5 മിനിറ്റ് ബിഫോർ ടൈമാണ്. ഇപ്പോൾ സമയം 7 മണിയായി. 8:40 എറണാകുളം സമയം. അതായത് 1 മണിക്കൂർ 40 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നേരത്തെ എറണാകുളത്ത് എത്തും കേട്ടോ. ഇവിടുന്ന് 1 മണിക്കൂർ മതി എറണാകുളം. ഇത് നമ്മുടെ LTT ട്രിവാൻഡ്രം നോർത്ത് സൂപ്പർ ഫാസ്റ്റ് ഇല്ലേ, അതാണ് ഈ കാണുന്നത്. ഈ സ്ലോട്ടിലുള്ള എല്ലാ വണ്ടിക്കും ഇതേപോലെ കോട്ടയം എറണാകുളം സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചില വണ്ടികളൊക്കെ നേരത്തെ എത്തും, ചില വണ്ടികളൊക്കെ എറണാകുളത്ത് ഓൺ ടൈമേ കയറ്റത്തുള്ളൂ. ഇതിൽ പാൻട്രി കാറൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് സൊമാറ്റോ ഉണ്ട്, സൊമാറ്റോന്ന് രാത്രിത്തേക്കുള്ള ഭക്ഷണം വാങ്ങി. കയറുന്നവരെ ശ്രദ്ധിക്കുക, ഇതിൽ പാൻട്രി ഇല്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കണം. ഇപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് സ്കിപ്പ് അടിച്ച് പോയതെന്നാണ്ട് തൃപ്പൂണിത്തുറ. എന്തോ സ്പീഡായിരുന്നു, 90-100 എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ നല്ല പോക്കാൻ പോയത് കേട്ടോ. നമ്മൾ 8:40 എറണാകുളം ടൗൺ എത്തേണ്ടത്. ഇപ്പോൾ 7:48 ആയതേ ഉള്ളൂ. നമ്മളങ്ങനെ എറണാകുളം ടൗണിൽ വന്നിരിക്കുകയാണ്. ഇവിടെ എത്തേണ്ട സമയം 8:40. നമ്മൾ എത്ര മണിക്ക് എത്തുന്നതെന്നുണ്ടോ? 8 മണി 2 മിനിറ്റ് ആയപ്പോൾ 38 മിനിറ്റ് ബിഫോർ ടൈം വരെ. 8 മണിക്ക് നമ്മൾ വന്നു. ഇനി 8:45 എടുക്കത്തുള്ളൂ. 3/4 മണിക്കൂറൂടെ കിടക്കുക. എനിക്ക് വീട്ടിൽ ഇപ്പോൾ വരാനുള്ള സമയമുണ്ട്, അറിയോ? ഇത്രയ്ക്ക് നേരത്തെയാണ്. നല്ല കിടില റണ്ണായിരുന്നു കേട്ടോ. നല്ല വീഡിയോയിലായിരുന്നു കോട്ടയം ടു എറണാകുളം. ബിലാസ്പൂരിൽ നിന്ന് തിരുനെൽവേലിക്ക് പോകുന്ന ബിലാസ്പൂർ തിരുനെൽവേലി സൂപ്പർ ഫാസ്റ്റ് ആണ് ഈ പോകുന്നത്. അമ്മേ, നമ്മളിനി ഇവിടെ 3/4 മണിക്കൂർ നിന്ന് കുറച്ച് ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാം. ഇത് കണ്ടോ, ഇതിൻ്റെ സ്ലീപ്പർ കോച്ചാണ്. നോക്ക്, ഒറ്റ മനുഷ്യന്മാരില്ല, ഫുള്ള് കാലി. ഇതുമാണ് ഇത്. ഈ വണ്ടി എന്ന് തുടങ്ങി ഒറ്റ മനുഷ്യന്മാർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഫുള്ള് കാലി, ഫുള്ള് കാലി, ആരുമില്ല. നോക്ക്, അയ്യോ, ഒറ്റ മനുഷ്യരില്ല സ്ലീപ്പറിലൊന്നും. ഞാൻ എൻ്റെ ബാഗ് സംഭവങ്ങളൊക്കെ അവിടെ ട്രെയിനിനകത്ത് സേഫ് ആക്കി വെച്ചിട്ടേ അവിടെ ഒരു ബേക്കറി ഉണ്ട്. അവിടെ അപ്പോൾ എന്തെങ്കിലും നമുക്ക് വണ്ടി ഇരുന്ന് കുറയ്ക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് തരാം. ഞാൻ ആ ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ച് രാത്രി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. വേണം വീട്ടിൽ പോയിട്ട് വരായിരുന്നു. അത്ര സമയമുണ്ടോ കേട്ടോ. 8:45 വിടത്തുള്ളൂ. ഇപ്പോൾ 8:15 ഉള്ളൂ. ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് കേട്ടോ. ആരും ഇല്ല ഈ വണ്ടിക്കകത്ത്, കാലിയാണ്. അത് മെയിനായിട്ട് ഈ വണ്ടി തുടങ്ങിയ ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അതുമല്ല, റെയിൽവേ മര്യാദയ്ക്ക് ഇത് അറിയിച്ചിട്ടില്ല. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അറിയിച്ചിട്ട് കാര്യമില്ല. ഇത് പത്രത്തിലൊക്കെ കൊടുക്കണം. പത്രത്തിൽ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി ഫുൾ കാലി. സ്ലീപ്പറാണ് ഏറ്റവും കൂടുതൽ കാലി. AC-യിലാണെങ്കിൽ ഇതിലാണെങ്കിൽ 10-20 സീറ്റ് വേക്കൻ്റ് ഉണ്ട്. തേർഡ് AC എക്കണോമി 200 ചില്ലുവാൻ്റെ സീറ്റ് വേക്കൻ്റ് ഉണ്ട്. ഫുൾ കാലി, വണ്ടി ഫുൾ കാലി. നമ്മളോട് എറണാകുളത്ത് 3/4 മണിക്കൂർ നേരത്തെ എത്തുന്നു. എന്തൊക്കെ എക്സ്പീരിയൻസ് അല്ലേ. നമ്മളെ എറണാകുളം ഓക്ക എക്സ്പ്രസ് ഇപ്പോൾ ഓവർടേക്ക് അടിച്ചു പോകും. 8:25 അതിപ്പോൾ വിടും എറണാകുളത്ത് നിന്ന്. സമയം 8:20. അപ്പോൾ അത് കയറിപ്പോവും. പിന്നെ തിരുവനന്തപുരം നോർത്ത് മൈസൂർ എക്സ്പ്രസ് കയറിപ്പോകുമെന്ന് അറിയത്തില്ല. അത് 8:40 സമയം കാണിക്കണേ. അത് കയറിപ്പോകാൻ ചാൻസ് ഇല്ല. ഓക്ക എക്സ്പ്രസ് എന്തായാലും ഇപ്പോൾ ഓവർടേക്ക് അടിക്കും. ഓക്ക എക്സ്പ്രസിൻ്റെ തൊട്ട് മുന്നിൽ വേണ്ട ഒരു BTPN ടാങ്കറിനെ ഒരു കയറ്റി വിട്ടു കേട്ടോ. അതെന്തായാലും കൊള്ളാം. നമ്മളെ ഓവർടേക്ക് അടിക്കാൻ വേണ്ടി എറണാകുളം ഓക്ക എക്സ്പ്രസ് കണ്ട് അങ്ങനെ വരുന്നുണ്ടേ. ഇപ്പുറത്ത് നമ്മുടെ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്സും വരുന്നു. അതിനെ ഒരു ജീണ ലോക്കോ കേട്ടോ.
എറണാകുളമൊക്കെ ഓവർടേക്ക് അത്ര വലിയ സുഖമൊന്നുമില്ല കേട്ടോ. പയ്യെ പോകുന്നത്. എനിക്ക് അവിടെ എന്തോ സിഗ്നൽ അടക്കമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വല്ല സ്പീഡ് റെസ്ട്രിക്ഷൻ വല്ലതും കാണും. ഇത് ചവിട്ടി കേട്ടോ. ഇവിടെ എന്തോ സിഗ്നൽ അടക്കമെന്ന് തോന്നുന്നു, ചവിട്ടി. അങ്ങനെ നമ്മൾ ജസ്റ്റ് 1 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മളങ്ങനെ എറണാകുളം ടൗണിൽ നിന്നും എടുത്തിരിക്കുകയാണ്. എറണാകുളം ജംഗ്ഷനിലേക്ക് ഇപ്പം മറ്റേ ട്രിവാൻഡ്രം നോർത്ത് മൈസൂർ എക്സ്പ്രസ് വന്ന് കയറിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഓവർടേക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അതാണ് ആദ്യം പോകേണ്ടത്. നമുക്ക് നോക്കാം എന്തായാലും. കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി കണ്ട് വന്ന് കയറുന്നു. തൊട്ട് പുറയിൽ മൈസൂർ എക്സ്പ്രസ് അവിടെ വന്ന് കിടപ്പുണ്ട്. നമ്മൾ ആദ്യം വിട്ട് ചിലപ്പോൾ ഓവർടേക്ക് കൊടുക്കുമായിരിക്കും, അറിയത്തില്ല. എന്തായാലും നോക്കാം. ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നു, അതുകൊണ്ട് തൃശ്ശൂർ ഭാഗമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം ഭാരതപ്പുഴ കഴിഞ്ഞു, മാന്നന്നൂരൊക്കെ എത്താറായി. വണ്ടി ഓൺ ടൈമാണ്, ഡിലേ ഒന്നുമില്ല. 11:45 നമ്മൾ പാലക്കാട് എത്തും. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ജോളാർപേട്ടയായിരിക്കും എത്തുന്നത്. അപ്പോൾ രാവിലെ കാണാം കേട്ടോ. ഞാൻ പോയി കിടന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പാലക്കാട് മുമ്പുള്ള പറളി സ്റ്റേഷനിൽ നമ്മുടെ വണ്ടീനെ ഒതുക്കിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതും കൂടെ കാണിച്ചിട്ട് കിടക്കാതെ വെച്ചു. നേരത്തെ ഞാൻ പറഞ്ഞില്ല മൈസൂർ എക്സ്പ്രസ് പുറയിലുണ്ടെന്ന്, അതിപ്പോൾ കയറി ഓവർടേക്ക് അടിക്കും. കാരണം നമ്മുടെ വണ്ടി പാലക്കാട് എത്തേണ്ട സമയം 11:47 ഇപ്പോൾ സമയം 11:30 പോലും ആയിട്ടില്ല, ഒരുപാട് നേരത്തെയാണ്. അപ്പോൾ ഈ മൈസൂർ എക്സ്പ്രസ് ആണ് ആദ്യം പാലക്കാട് എത്തേണ്ടത്. അപ്പോൾ മൈസൂർ എക്സ്പ്രസ് ഇപ്പോൾ നമ്മളെ കയറി ഓവർടേക്ക് അടിക്കും, അത് ആദ്യം പാലക്കാട് പോകും, എന്നിട്ട് അതിൻ്റെ പുറകിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ ഇവിടെ പറളി സ്റ്റേഷനിൽ ലൂപ്പ് ട്രാക്കിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മൈസൂർ എക്സ്പ്രസ് കയറി ഓവർടേക്ക് അടിക്കും. കിടിലം പോക്കാ പോയല്ലേ, നല്ല സ്പീഡായിരുന്നു. അപ്പോൾ അതിനും പോയി കിടക്കട്ടെ. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞു. നമ്മൾ ജോളാർപേട്ട എത്തും ഒരു 6:45 ആകുമ്പോൾ. രാത്രിയിലല്ല വെളുപ്പിന് ഒരു 4:30 കഴിഞ്ഞ് നമ്മൾ സേലം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് വണ്ടിയെ ഒതുക്കിയിട്ടിട്ട് 2 ഓവർടേക്ക് ഉണ്ടായിരുന്നു. 2 വണ്ടി കയറിപ്പോയി. ഒന്ന് മധുരൈ ചണ്ഡീഗഡ് സൂപ്പർ ഫാസ്റ്റ്, പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്. ഇത് 2ഉം ഓവർടേക്ക് അടിച്ചു പോയി. എന്നിട്ട് നമ്മുടെ വണ്ടി ഇപ്പം ബിഫോർ ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്ലാക്ക് ടൈമാണ് ഈ വണ്ടിക്ക് കേട്ടോ. ഇഷ്ടം പോലെ സ്ലാക്ക് ടൈം ഉണ്ട്. അപ്പം കുറേ വണ്ടിയൊക്കെ കയറി ഓവർടേക്ക് അടിക്കും വണ്ടീനെ. അങ്ങനെ വെളുപ്പിനെ സേലം കഴിഞ്ഞ് 2 വണ്ടി കയറി ഓവർടേക്ക് അടിച്ചു. ഞാൻ നമ്മുടെ കോച്ചിനടുത്തുള്ള സ്ലീപ്പറിൽ വന്നേ, ഭയങ്കര ശബ്ദമാണ് കേട്ടോ. ആ ട്രാക്കിൻ്റെ ശബ്ദമാണ്. ഒറ്റ മനുഷ്യന്മാരില്ല ഇവിടെ കേട്ടോ, ആരുമില്ല, ഫുൾ കാലി. അവിടെ ഇവിടെയൊക്കെ 1-2 പേര് ഉണ്ട്, അല്ലാണ്ട് വേറെ ആരുമില്ല. ഫുൾ കാലി എന്ന് വെച്ചാൽ ഫുൾ കാലി. നോക്ക്, ആരുമില്ല ഇവിടെ. വളരെ കുറച്ച് ആൾക്കാർ, ഒരു 5-6 പേരൊക്കെ കാണത്തുള്ളൂ. എന്തുവാണ് ഇത്, ഫുൾ കാലി വണ്ടി. അയ്യോ കോമഡി കേട്ടോ. ആ മലയുടെ ബാക്കിൽ നിന്ന് നമ്മുടെ സൂര്യൻ സാർ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കണ്ടോ, അടിപൊളിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് സദേൺ റെയിൽവേയിലെ ചെന്നൈ ഡിവിഷനിലാണ്. നമ്മൾ തിരുപ്പട്ടൂർ സ്റ്റേഷൻ കഴിയുമ്പോഴേക്ക് നമ്മൾ ചെന്നൈ ഡിവിഷനിൽ കയറും കേട്ടോ. അതുവരെ സേലം ഡിവിഷനാണ്. ഇപ്പോൾ നമ്മൾ ചെന്നൈ ഡിവിഷനിൽ കയറി. ജോളാർപേട്ട മുതൽ അങ്ങോട്ടെല്ലാം ചെന്നൈ ഡിവിഷനാണ്. ഇപ്പോൾ നമുക്ക് ഹിമസാഗർ എക്സ്പ്രസ് കാണാൻ പറ്റുമേ, ഖത്രയിൽ നിന്നും കന്യാകുമാരി പോകുന്നത്. അതവിടെ ജോളാർപേട്ട വന്ന് കിടപ്പുണ്ട്, ബിഫോർ ടൈം എടുത്തിട്ട്. ഇവിടെ ഉള്ള സമയമായിട്ടുണ്ട്, അപ്പോൾ അതിപ്പോൾ വരും. ഞാൻ ഈ ഹിമസാഗർ എക്സ്പ്രസ്സിന് 2 തവണ കന്യാകുമാരി ടു കട്ര പോയിട്ടുണ്ട്. അതിൽ1 തവണ 2 ടയറിനും 1 തവണ സ്ലീപ്പറിനും. ഈ 2 ടയറിന് മാത്രമേ പോകുന്നുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ.
നമ്മൾ ബിഫോർ ടൈമാണ് ഇവിടെ നിന്ന് കയറുന്നത്. 6:50 സമയം. ഇപ്പോൾ 6:39 ആയതേ ഉള്ളൂ. ഇത് എക്സ്പ്രസ് കാറ്റഗറി വരുന്ന വണ്ടിയല്ലേ, അതാണ് ഈ ഇഷ്ടം പോലെ ഇവർ സ്ലാക്ക് ടൈം കൊടുത്തേക്കുന്നത്. അതാണ് എല്ലായിടത്തും നേരത്തെ എത്തുന്നത്. ഇപ്പോൾ അതേ അപ്പുറത്തെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഇത് നമ്മളിപ്പോൾ ഉള്ളത് പ്ലാറ്റ്ഫോം 4 ആണ്, അത് പ്ലാറ്റ്ഫോം 2, അതാണ് മെയിൻ ലൈൻ. ആ മെയിൻ ലൈനിൽ കൂടെ ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ ഈ പോർട്ടേക്ക് അടിച്ച് പോകും. ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ AC എക്സ്പ്രസ്സിൽ മറ്റേ AC സൂപ്പർ ഫാസ്റ്റ് അതിപ്പോൾ വരും. അത് നമ്മളെ ഓവർടേക്ക് അടിച്ചിട്ട് കാറ്റ്പാടി ഭാഗത്തേക്ക് പോകും. ഒരു മികച്ച കൺട്രോളിങ്ങിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. നമ്മൾ ഇവിടെ മറ്റേ വണ്ടി ഓവർടേക്ക് അടിച്ചപ്പോൾ നമ്മളിവിടെ ഡിപ്പാർച്ചർ ടൈം കഴിഞ്ഞിട്ട് കുറച്ച് നേരം പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും 6:55 ഇവിടെ നിന്ന് വിടേണ്ട ഒരു വണ്ടിയാണ്. അതുകൊണ്ട് അതുകൊണ്ട് ഒരു മെമുവാണ്, ആരക്കോണം പോകുന്ന മെമു. അതുകൊണ്ട് അത് കണ്ട് വിടാൻ പോവാം. നല്ല അടിപൊളി കൺട്രോളിങ് അല്ലേ. ഇനി അത് പോയി കഴിഞ്ഞിട്ട് അത് ഇനി എവിടെയെങ്കിലും എത്തിയിട്ടായിരിക്കും നമ്മളെ വിടുന്നത്. കണ്ടോ, വാ സൂപ്പർ. മെമു പോയിട്ട് ഒരു 5 മിനിറ്റ് ആയിരുന്നു നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7 മണി 2 മിനിറ്റായി. വിശാഖപട്ടണത്ത് ഇത് രാത്രി 11 മണിക്കാണ് എത്തണത്. അപ്പം ഞാനിന്ന് അവിടെ സ്റ്റേ അടിച്ചിട്ട് അടുത്ത ദിവസം നമ്മൾ വിശാഖപട്ടണത്ത് നിന്ന് ബാംഗ്ലൂർക്കാണ് പോകുന്നത്. കാരണം എനിക്ക് മംഗലാപുരത്ത് എത്തണം. മംഗലാപുരത്ത് എത്തിയിട്ട് നമുക്ക് മംഗലാപുരം പുതുച്ചേരി എക്സ്പ്രസ് കവർ ചെയ്യാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ പോകുന്ന വണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറഞ്ഞൊരു വണ്ടിയാണ്, ഹൗറ SMVT ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ്. എൻ്റെ ദൈവമേ, ആ വണ്ടി നമ്മുടെ ഈ വിവേക് പോലത്തെ വണ്ടിയാണ്. അറിയാമല്ലോ, ഹൗറയിൽ നിന്ന് വരുന്ന വണ്ടിയാണല്ലോ. പക്ഷേ അത് നല്ല കിടിലൻ വണ്ടിയാണ് കേട്ടോ. നല്ല നല്ല അത്യാവശ്യം നല്ല പഞ്ച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു വണ്ടിയാണ്. പക്ഷേ 2 ദിവസമായിട്ട് അതിൻ്റെ പഞ്ച്വാലിറ്റി കറക്റ്റ് അല്ല, ലേറ്റാണ്. അറിയാം, നമ്മൾ കയറുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പോൾ ഹൗറ SMVT ബംഗളൂരു സൂപ്പർ ഫാസ്റ്റാണ് നമ്മൾ വിശാഖപട്ടണത്തു നിന്ന് ഇവിടെ പോകുന്നത്, ബാംഗ്ലൂർക്ക് പോകുന്നത്. അതിന് എനിക്ക് ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ചുമ്മാ ഫോണിൽ തത്കാൽ എടുത്തതാണ്. കിട്ടി, തത്കാൽ എടുത്തത്. സെക്കൻഡ് AC കിട്ടി. തത്കാൽ കിട്ടിയത് എവിടെയെന്ന് അറിയാം, ഡോറിൻ്റെ അവിടുത്തെ സൈഡപ്പർ. ഇതൊക്കെയാണ് എന്തോ, സീറ്റ് കിട്ടില്ല, അതെൻ്റെ വലിയ ഭാഗ്യം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ AC എക്കണോമി കോച്ചിലാണ്. ഒറ്റ ഈച്ച പോലും ഇല്ല ഇവിടെ. നോക്ക്, എന്തുവാണ് ഫുൾ കാലി വണ്ടി, ഫുൾ കാലി എന്ന് വെച്ചാൽ ഫുൾ കാലി. എനിക്ക് തോന്നുന്നു 2 ടയറിലാണെന്ന് തോന്നുന്നു കുറച്ചെങ്കിലും ആൾക്കാരുള്ളത്. 2 ടയറിലൊരു 13-14 ആൾക്കാരുണ്ട്. ബാക്കിയൊന്ന് സ്ലീപ്പർ ഫുൾ കാലി, എക്കണോമിയും ഫുൾ കാലി. ഇത് തുടങ്ങിയോണ്ടാണ്, അല്ലെങ്കിൽ നല്ല തിരക്ക് വരുന്ന റൂട്ടാണ്. കാരണം വിശാഖപട്ടണം കൊല്ലം റൂട്ട് നല്ല തിരക്ക് വരുന്ന റൂട്ടാണ്. അയ്യപ്പ സീസണിലൊക്കെ പറയണ്ടേ ഈ വണ്ടി ഫുള്ളായിരിക്കും, അതുപോലെ തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് റൺ ആയതുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായാലും നല്ല തിരക്കൊക്കെ വരും. എന്തായാലും വണ്ടി ഫുൾ കാലിയാണ് കേട്ടോ, ഒറ്റ മനുഷ്യരില്ലാത്തൊന്നും. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞേ. നമ്മളിപ്പോൾ കാറ്റ്പാടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ വണ്ടിയിൽ ഇവിടുന്ന് കാറ്റ്പാടിന് ലെഫ്റ്റ് എടുത്തിട്ട് തിരുപ്പതി വഴിയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ പോകുന്നത് അങ്ങനെയല്ല. നമ്മൾ കാറ്റ്പാടി നേരെ പോകും. നേരെ പോയിട്ട് ആരക്കോണം എത്തുന്നതിന് മുമ്പ് അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് തിരുത്തണ്ണി വഴിയാണ് നമ്മൾ റെണികുന്തയ്ക്ക് പോകുന്നത്. നമ്മൾ തിരുപ്പതി കയറത്തില്ല, റെണികുന്ത വഴിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഈ പോകുന്നത് നമ്മുടെ കോവൈ എക്സ്പ്രസ് ആണ്, ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂർ പോകുന്നത്. അതിന് ഇന്ന് WP4 ലോക്കമാണ്. സാധാരണ എപ്പോഴും T7 വെച്ച് പോകുന്ന വണ്ടിയാണ്. ഇന്ന് അതിന് WP4 ആട്ടോ, വിജയവാഡയുടെ. നമ്മളങ്ങനെ കാറ്റ്പാടി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആകെ 2 മിനിറ്റാണ് നമ്മുടെ വണ്ടി കിട്ടുന്നത്, അറിയോ? പെട്ടെന്ന് എടുത്ത് വണ്ടി. 8:24 വന്നിട്ട് 8:26 വണ്ടി എടുത്ത് 2 മിനിറ്റ് വരെ. ഏകദേശം 4 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റായിട്ട് വരുന്ന വിവേക് എക്സ്പ്രസ് ഇപ്പോൾ കണ്ട് കാറ്റ്പാടിയിലേക്ക് കയറി. കാണിച്ചു തരാം.
രാവിലത്തെ ഭക്ഷണം കാറ്റ്പാടിയിൽ നിന്നും മേടിച്ച് ഇഡലി മേടിച്ചേ. അപ്പോൾ ഇന്നത്തെ ഫുഡില്ലല്ലോ, അപ്പം സൊമാറ്റോ വഴി രാവിലെ കാറ്റ്പാടിയിൽ നിന്ന് ഫുഡ് മേടിച്ചു. ഇത് കാറ്റ്പാടിയിൽ നിന്ന് വിട്ടാൽ പിന്നെ റെണികുന്ത വരെ എങ്ങും സ്റ്റോപ്പില്ല കേട്ടോ. അത്യാവശ്യം ദൂരമുണ്ട്. തിരുത്തണ്ണിയിൽ സാധാരണ എല്ലാ വണ്ടികളും നിർത്തുന്നതാണ്, പക്ഷേ ഇത് സ്റ്റോപ്പില്ല. മിക്കവാറും ഇത് തുടങ്ങിയിട്ടുള്ളൂ, അപ്പോൾ മിക്കവാറും സ്റ്റോപ്പൊക്കെ വരും ഉടനെ തന്നെ. നല്ല സ്മൂത്ത് റണ്ണാണ്. സ്ലാക്ക് ടൈം ഉള്ളതുകൊണ്ട് ഇത് എല്ലായിടത്തും ഓൺ ടൈം എത്തുന്നുണ്ട്. അതാണ് മെയിൻ കാര്യം. സ്ലാക്ക് ടൈം ആണ് ഇതിനെ എല്ലായിടത്തും ഓൺ ടൈം എത്തിക്കുന്നത്. ഇത് എക്സ്പ്രസ് ട്രെയിനല്ല, അപ്പോൾ ഇഷ്ടംപോലെ ഇവർ എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ബൃന്ദാവൻ സൂപ്പർ ഫാസ്റ്റ് ആണ് ഈ പോകുന്നത്. ബൃന്ദാവൻ സൂപ്പർ ഫാസ്റ്റ്. ഇവിടെ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്, നമ്മളതുകൊണ്ട് പയ്യാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ ഈ കൊല്ലം വിശാഖപട്ടണം പുതിയ വണ്ടിയുടെ വീഡിയോ രണ്ടെണ്ണമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ആണ് നിങ്ങൾ കാണുന്നത്. സെക്കൻഡ് പാർട്ടും ഉണ്ട്. നമ്മൾ റെണികുന്ത വരെ ഫസ്റ്റ് പാർട്ട് കവർ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ സെക്കൻഡ് പാർട്ട്. നമ്മൾ ഇപ്പോൾ ആരക്കോണം ഒക്കെ എത്താറായിട്ടുണ്ട്. ആരക്കോണം ജംഗ്ഷൻ നമ്മൾ കയറത്തില്ല. നമ്മൾ അവിടെ നിന്ന് ആരക്കോണം എത്തുന്നതിന് മുമ്പേ മേൽപ്പാക്കം ക്യാബിൻ എന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ലെഫ്റ്റ് എടുത്തിട്ട് തിരുത്തണ്ണി വഴിയാണ് നമ്മൾ റെണികുന്തയ്ക്ക് പോകുന്നത്. നമ്മുടെ വിവേക് എക്സ്പ്രസ് ഒക്കെ ഇല്ലേ, വിവേക് എക്സ്പ്രസ് വരുന്ന ആ വഴിയാണ് പോകുന്നത്. അതെ, ഇവിടുന്ന് വേണ്ട ആ സിഗ്നൽ കണ്ടോ, ലെഫ്റ്റിലേക്കുള്ള സിഗ്നൽ കണ്ടോ കിടക്കുന്നത്. നമ്മളിപ്പം സൂം ചെയ്തപ്പോഴേക്കും ആ സിഗ്നൽ മാറി. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ തിരുത്തണ്ണി വഴി റെണികുന്ത. ഇവിടെ ഒരു ഡീസൽ ലോക്കോടെ സൗണ്ടൊക്കെ കേൾക്കാമല്ലോ. അപ്പുറത്തെങ്ങാണ്ട് ഒരു ഡീസൽ ലോക്ക് കിടപ്പുണ്ട് കേട്ടോ. ഏതോ WDG4 ആണെന്ന് തോന്നുന്നു. ചെന്നൈയിലെ തോണ്ടിയാർപേട്ട് ഡീസൽ ലോക്കോ ഷെഡുണ്ട്. അവരുടെ ഒരു WDG4 ആണത്. അവരുടെ ഷെഡിൻ്റെ ലിവറി അടിച്ച ഒരു WDG4 ലോക്കോ കേട്ടോ. നൈസ് സാധനം അല്ലേ. അങ്ങനെ മേൽപ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ തിരുത്തണ്ണി റെണികുന്ത റൂട്ടിൽ കയറി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലും കയറും, പിന്നെ സൗത്ത് സെൻട്രൽ റെയിൽവേയിലും കയറും. ഈ റൂട്ടിലെ മെയിൻ സ്റ്റേഷനായ തിരുത്തണ്ണി സ്റ്റേഷൻ സ്കിപ്പ് അടിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അവിടെ സ്റ്റോപ്പില്ല നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ ഇനി അടുത്ത നിർത്തുന്നത് റെണികുന്തയിലാണ്. ഈ തിരുത്തണ്ണിയിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു മുരുകൻ അമ്പലമുണ്ട്. ആ മുരുകൻ അമ്പലമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ചെറിയ അത് അധികം കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറവ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫേമസ് ഒരു മുരുകൻ അമ്പലമുണ്ട്, നമ്മുടെ ഈ പളനീൻ്റെ അമ്പലം പോലെ തന്നെ. നമ്മുടെ കൊല്ലം വിശാഖപട്ടണം എക്സ്പ്രസ് കണ്ട് റെണികുന്ത ജംഗ്ഷനിലേക്ക് കയറാൻ പോവാണ്. വണ്ടി ഓൺ ടൈമാണ് ഇപ്പോൾ കേട്ടോ, ഓൺ ടൈം. ഇവിടെ ഒരു ലൈൻ നിങ്ങൾ പണിയുന്നുണ്ടോ. ഇത് ആരക്കോണം അല്ലെങ്കിൽ ചെന്നൈ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റെണികുന്ത കയറിയിട്ട് റിവേഴ്സിലടിച്ചാണ് തിരുപ്പതി ഭാഗത്തേക്ക് പോകുന്നത്. പക്ഷേ ഈ ലൈൻ ഇപ്പോൾ വന്നാൽ ഈ റെണികുന്ത സ്റ്റേഷൻ കയറാതെ തിരുപ്പതി പോകാൻ പറ്റും. അതായത് ബൈപ്പാസാണ് പണിയുന്നത്. ശരിക്കും പറഞ്ഞാൽ റെണികുന്ത ജംഗ്ഷനിലെ ബൈപ്പാസ് അതാണ് ഈ കാണുന്നത് കേട്ടോ. പണിതുകൊണ്ടിരിക്കുകയാണ്, പണിത് കഴിഞ്ഞൊന്നുമില്ല, കുറച്ച് സമയം കൂടെ എടുക്കും. അങ്ങനെ റെണികുന്ത സ്റ്റേഷനിൽ നമ്മൾ കയറി. ഇവിടെ ഒരു 10 മിനിറ്റ് ഇടും നമ്മുടെ വണ്ടി. ഏതാണ്ട് അപ്പുറത്ത് ഭാരത് ഗൗരവ ട്രെയിൻ കിടക്കുന്നുണ്ടോ, മറ്റേ ടൂറിസ്റ്റ് ട്രെയിൻ. ഏതെങ്കിലും പാക്കേജായിട്ട് വന്നതായിരിക്കും. നോക്ക്, അടിപൊളിയല്ലേ. സെൻട്രൽ റെയിൽവേയുടെ റേക്ക് കേട്ടോ, CR വേണ്ട.
ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ മിക്കവാറും തിരുപ്പതിയൊക്കെ കറക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പുതിയ ട്രെയിനായ കൊല്ലം വിശാഖപട്ടണം വീക്ക്ലി എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ എൻ്റെയാണ്. നിങ്ങളിനി അടുത്ത് കാണാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് റെഡിഗുണ്ട ജംഗ്ഷനിലാണ്. റെഡിഗുണ്ടയിൽ നിന്നും വിശാഖപട്ടണം വരെയുള്ള യാത്രയാണ് നിങ്ങൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ദിവസം കാണാം സെക്കൻഡ് പാർട്ടുമായിട്ട്. ബൈ.